ഒടുവിൽ ലോകത്തിലെ ഏറ്റവും നിസ്സഹായരാക്കപ്പെട്ട ആ പിഞ്ചു മക്കളുടെ നിലവിളിയിൽ ലോകരാഷ്ട്രങ്ങൾ തന്നെ ഒരുമിച്ച് നിൽക്കുകയാണ്. ഒപ്പം ഇന്ത്യൻ സിനിമാ ലോകത്തിന്റെ കാതുകളിലേക്കും എത്തിയിരിക്കുന്നു. നമ്മൾ രമിച്ച് ജീവിക്കുന്ന അതേ കാലത്ത് നമ്മുടെ ഉന്മാദങ്ങളുടെ ഭാരം ഏറ്റുവാങ്ങുന്ന അതേ ഭൂമിയുടെ ആ കൊച്ചു ബിന്ദുവിൽ നിന്നുയർന്ന രോദനകൾ അങ്ങനെ രാജ്യമെങ്ങും ഒരു പ്രതിഷേധത്തിയായി ആളിക്കത്തി തുടങ്ങിയിരിക്കുന്നു. വംശഹത്യയുടെ 230-ലേറെ നാളുകൾ പിന്നിടേണ്ടി വന്നെങ്കിലും ഇതും ഒരു കനലാണ്. ലോകമെങ്ങും ഉയരുന്ന ആയിരക്കണക്കായ പ്രതിഷേധ ജ്വാലയ്ക്ക് മാറ്റുകൂട്ടുന്ന ഒരു ചെങ്കനൽ. റഫേൽ സൈനിക സേന ജീവനോടെ ചുട്ടരിക്കുന്ന പിഞ്ചു ജീവനുകൾക്കായി ആരംഭിച്ച സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ മലയാളം മുതൽ അങ്ങ് ബോളിവുഡ് വരെ നിരവധി നടീനടന്മാരാണ് പങ്കാളികളായിരിക്കുന്നത്. ആൾ ഐസ് ഓൺ റാഫ എന്ന പോസ്റ്റർ ഇൻസ്റ്റഗ്രാമിൽ 24 മണിക്കൂറിനുള്ളിൽ 10 മില്യണിലധികം ആളുകളാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഒപ്പം എക്സിൽ ഇതേ ഹാഷ്ടാഗ് ട്രെൻഡിങ്ങിലുമാണ്. സിനിമാ മേഖല മാത്രമല്ല, രാഷ്ട്രീയക്കാരും കായിക താരങ്ങളും യുവാക്കളും വിദ്യാർത്ഥികളും അടക്കം മിക്കവരും സ്റ്റോറിയാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തങ്ങളുടെ ഫലസ്തീൻ ഐക്യദാർഢ്യം. മലയാളത്തിന്റെ ദുൽഖർ സൽമാനാണ് ക്യാമ്പയിൻ ആദ്യമായി പങ്കുവച്ച് തുടക്കമിട്ടത്. പിന്നാലെ ബേസിൽ ജോസഫ്, ഭാവന, കീർത്തി സുരേഷ്, നൈല ഉഷ, പാർവതി, നിഖില വിമൽ, കാളിദാസ് ജയറാം, സൗബിൻ ഷാഹിർ, സുപ്രിയ മേനോൻ, റിമ കല്ലിങ്കൽ, അന്നാബൻ, നിരഞ്ജന, തൻവീറാം, മീരാനന്ദൻ, മൃദുല, അനുമോൾ, രമ്യ നമ്പീശൻ, ഷെയ്ൻ നിഗം, അനാർക്കലി, ഗൗരി കിഷൻ, അനുപമ, ഷറഫുദ്ദീൻ, അശ്വതി ശ്രീകാന്ത്, റോഷ്ന റോയി, മക്ബൂൾ സൽമാൻ, അങ്ങനെ തുടങ്ങിയ നിരവധി പേരാണ് ഹാഷ്ടാഗുകളുമായി ചിത്രങ്ങളുമായി രംഗത്തെത്തിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഷെയ്ൻ നിഗം ഇട്ട സ്റ്റോറിക്ക് കീഴെ നിരവധി സംഘിക്കുഞ്ഞുങ്ങളാണ് വന്ന് മെഴുകി വെച്ചിരിക്കുന്നത്. അത്രമാത്രം സൈബർ ആക്രമണം ഉണ്ടാക്കുമ്പോഴും ഷെയ്ൻ നിഗം ചെയ്തത് നല്ലൊരു കിടിലൻ സെൽഫി എടുത്ത് അതിന് താഴെ ഇങ്ങനെ എഴുതി വെച്ചു, സുഡാപ്പി ഫ്രം ഇന്ത്യ. കുരു പൊട്ടട്ടെ സംഘികൾക്ക്. ആ കുരു പൊട്ടലിന് വേണ്ടി തന്നെയാണ് നാം ഓരോരുത്തരും കാത്തിരിക്കുന്നത്. കാരണം എവിടെ ജനങ്ങൾ കഷ്ടത അനുഭവിക്കുന്നുണ്ടോ അവിടെ സംഘികൾ കുരുപൊട്ടി ഇറങ്ങുകയും ചെയ്യും. കാരണം അവർക്കാർക്കും സഹായിച്ച് പരിചയമില്ല, ദ്രോഹിച്ച് മാത്രമേ പരിചയമുള്ളൂ. മലയാള സിനിമ രംഗത്തുള്ള നിരവധി പേർ വന്നതുപോലെ ബോളിവുഡ് രംഗത്തു നിന്നും നിരവധി പേരാണ് റഫയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായി മാധുരി ദീക്ഷിത്, പ്രകാശ് രാജ്, വരുൺ ധവാൻ, ആറ്റ്ലി, വിജയ് ശർമ്മ, തൃപ്തി ദിംറി, അതുപോലെ തന്നെ ഹിന ഖാൻ, സമാന്ത, സ്വരാ ഭാസ്കർ, ദിയ മിർസ, ഗൗരവ് ഖാൻ, ഫാത്തിമ സന ഷേഖ്, കീർത്തി സുരേഷ്, രാധിക ആപ്തെ, ആമി ജാക്സൺ, ആലിയ ഭട്ട്, പ്രിയങ്ക ചോപ്ര, കരീന കപൂർ, രശ്മിക മന്ദാന, സോനാക്ഷി സിൻഹ, റിച്ച ചദ്ദ, ഹണി സിംഗ്, റോത്ത ഫത്തേറി, ദിയ മിർസ, സോനം കപൂർ തുടങ്ങി നിരവധി ബോളിവുഡ് കോളിവുഡ് പ്രവർത്തകരായ സെലിബ്രിറ്റികളാണ് ഇൻസ്റ്റഗ്രാമിൽ ഓൾ ഐസ് ഓൺ റാഫ എന്ന പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ആയിരങ്ങളും പതിനായിരങ്ങളും കോടികളുമാണ് ഇപ്പോൾ പിന്തുണയുമായി എത്തുന്നത്. അതിൽ ഇങ്ങേ തലയ്ക്കൽ നിന്നും, അതായത് മലയാള സിനിമ ഇൻഡസ്ട്രി മുതൽ അങ്ങ് ഹോളിവുഡ് വരെയുള്ള ഓരോ താരങ്ങളും റഫയ്ക്ക് പിന്തുണയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ ചിഹ്നമായ വാട്ടർമെലൻ ബാഗുമായി എത്തിയ മലയാളി താരം കനി കുസൃതിയും ഏറെ ചർച്ചയായിരുന്നു. ഗോൾഡൻ പാമ്പിന് വേണ്ടി മത്സരിക്കുന്ന ഓൾ വി ഇമാജിനാസ് ലൈറ്റിന്റെ പ്രീമിയർ ഷോയ്ക്ക് പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കനി കുസൃതി. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയായിരുന്നു റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം നടത്തിയത്. അക്രമത്തിൽ 45 പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ വലിയ ആഗോള രോഷത്തിന് ഇത് കാരണമാവുകയും ചെയ്തു. ഇസ്രായേൽ സൈന്യം കൊന്നുകളഞ്ഞ കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ഹൃദയഭേദകമായ ചിത്രങ്ങളും വീഡിയോകളുമാണ് ട്വിറ്റർ അടക്കമുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രചരിക്കുന്നത്. വെടിയുണ്ട തുളച്ചു കളഞ്ഞ കുഞ്ഞിന്റെ തലയും പിടിച്ചു നിൽക്കുന്ന രക്ഷാപ്രവർത്തകരും, കഴുത്തറ്റുപോയ ഉടലിൽ ബാക്കിയായ കുഞ്ഞുമക്കളുടെ ശരീരം ചേർത്ത് പിടിച്ചു നിൽക്കുന്ന പിതാവും, ബോംബുകൾ തുപ്പിയ തീയിൽ വെന്ത് നീറിപ്പോയ കുഞ്ഞുടലുകൾ പിടിച്ച് അലമുറയിട്ട് കരയുന്ന മാതാപിതാക്കളുടെ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം മനുഷ്യരായവർക്ക് കാണാവുന്നതിലും അപ്പുറമാണ്. അത്ര ക്രൂരമാണ്. വെന്തു മരിച്ചതിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്ന് രക്ഷാപ്രവർത്തകർ പറയുകയും ചെയ്യുന്നുണ്ട്. ഗർഭിണികളും ഇതിൽ ഉൾപ്പെടുന്നുമുണ്ട്. നിരവധി കുട്ടികളുടെ ചിന്നിച്ചിതറിയ ശരീരങ്ങൾ സ്ഥലത്ത് നിന്ന് കിട്ടിയെന്ന് രക്ഷാപ്രവർത്തകരെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നു. കത്തിക്കറിഞ്ഞ ശരീരങ്ങൾ, ചിന്നിച്ചിതറിയ കൈകാലുകൾ, പൊള്ളലേൽക്കുകയും അംഗവിഹീനരാകുകയും ചെയ്ത കുട്ടികളും സ്ത്രീകളും വയോധികരുമാണ് എല്ലായിടത്തും. റഫയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകളാണ് എല്ലാവർക്കും പങ്കുവെക്കാനുള്ളതും. ഞങ്ങളെല്ലാം ടെന്റിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ക്യാമ്പിൽ ബോംബ് പതിക്കുന്നത്.
കുടുംബത്തിലെ 5 പേരെ എനിക്ക് നഷ്ടപ്പെട്ടു. എല്ലാവരും പൂർണ്ണമായി കത്തിക്കരിഞ്ഞു. ഗർഭിണിയായ ഒരു സ്ത്രീയും ആ കൂട്ടത്തിലുണ്ട്. ഈ ആക്രമണം നടക്കും വരെ ഇവിടം സുരക്ഷിതമാണെന്നാണ് അവർ എപ്പോഴും പറഞ്ഞിരുന്നത്. ഇന്നലെ റഫേലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ അൽ ജസീറയോട് പങ്കുവയ്ക്കുന്ന മാജിദ് അൽ അത്താർ എന്നയാളാണ് ഇതെല്ലാം പറയുന്നത്. ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് വടക്കൻ ഗസയിലെ ബെയ്ത്ലാഹിയിൽ നിന്നും കുടുംബത്തോടൊപ്പം റഫേലിലേക്ക് പലായനം ചെയ്തതായിരുന്നു മാജിദ്. UN സംരക്ഷണമുള്ള മേഖല സുരക്ഷിതമാണെന്നായിരുന്നു ഇന്നലെ രാത്രി വരെ മാജിദും കുടുംബവും എല്ലാം വിശ്വസിച്ചിരുന്നത്. നിരവധി കുട്ടികളുടെ ശരീരങ്ങൾ സ്ഥലത്ത് നിന്ന് കിട്ടിയെന്ന് മുതിർന്ന സർക്കാർ വൃത്തം മുഹമ്മദ് അൽ മുഖയ്യർ വാർത്താ ഏജൻസിയായ AFPയോട് വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. കത്തിക്കരിഞ്ഞ ശരീരങ്ങൾ, ചിന്നിച്ചിതറിയ കൈകാലുകൾ, പൊള്ളലേൽക്കുകയും അംഗവിനീരാകുകയും ചെയ്ത കുട്ടികളും സ്ത്രീകളും വയോധികരും, ഇതൊക്കെയായിരുന്നു അവിടുത്തെ കാഴ്ചകൾ. മുഖയ്യർ വിവരിക്കുന്നത് ഇത്തരത്തിലൊക്കെയാണ്. ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പലായനം ചെയ്തവരാണ് അൽ സുൽത്താനിൽ ടെന്റ് കെട്ടി താമസിക്കുന്നത്. ഇവർക്കും മേലാണ് ഇപ്പോൾ ഇസ്രായേൽ 907 കിലോഗ്രാം ഭാരമുള്ള ബോംബുകൾ വർഷിച്ചതെന്ന് ഗസ മീഡിയ ഓഫീസിൽ പറയുന്നുണ്ട്. മേഖലയിൽ UN അംഗീകാരമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിലൂടെ നടക്കുന്ന 10ാമത്തെ ആക്രമണമാണിത്. റഫേൽ ഇന്നും സയനിസ്റ്റ് സേന ആക്രമണം തുടരുകയാണ്. ഇസ്രായേൽ നടത്തിവരുന്ന അതിക്രമങ്ങളിൽ ഇതുവരെ 36,000-ഓളം ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. ഇത് വെറുമൊരു നമ്പർ അല്ല, മനുഷ്യരാണ്. ജീവനും മജ്ജയും മാംസവുമുള്ള മനുഷ്യർ. കിനാക്കളും സ്വപ്നങ്ങളും ഉള്ളവരാണിവർ. ഉപരോധങ്ങളിലും സന്തോഷത്തിന്റെ ലോകം കെട്ടിപ്പടുത്തവർ. അങ്ങനെ ആ മനുഷ്യരാണ് ഇന്ന് നമുക്ക് മുന്നിൽ ചിന്നിച്ചിതറി ജീവച്ചവമായി കിടക്കുന്നത്, അതുപോലെ ജീവനില്ലാത്തവരായി കിടക്കുന്നത്. കൈകാലുകൾ നഷ്ടപ്പെട്ടവർ, കണ്ണ് പോയവർ, തല പോയവർ, ശരീരമാസകലം പൊള്ളി ചിന്നിച്ചിതറിപ്പോയവർ, ഇതെല്ലാം കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്. അവർക്ക് മുന്നിൽ നാം ഇവിടെ സന്തോഷിച്ച് ആഹ്ലാദിച്ച് രമിച്ച് നടക്കുന്ന അവസ്ഥ. അതേ ഭൂമിയിലാണ് ഞാനും നിങ്ങളും അടക്കമുള്ളവർ ചവിട്ടി നിൽക്കുന്ന ഇതേ ഭൂമിയിലാണ് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം പിടഞ്ഞു വീഴുന്നത്. ആ പിടഞ്ഞു വീഴുന്ന ആ കുഞ്ഞുങ്ങൾക്ക് സപ്പോർട്ടുമായി എത്തിയ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേർക്കെതിരെ സംഘപരിവാർ കൂട്ടങ്ങൾ അതിതീവ്രമായ സൈബർ ആക്രമണമാണ് നടത്തുന്നത്. അപ്പോഴും ദൃഢമായി, ധീരതയോടെ, ഉറച്ച മനസ്സോടെ, ഉറച്ച നിലപാടോടെ ആയിരങ്ങളും പതിനായിരങ്ങളുമാണ് റഫായ്ക്കൊപ്പം കൂടെ നിൽക്കുന്നത്. ഇസ്രായേൽ ഇനി മണ്ണിൽ വേണ്ട എന്നും ഇസ്രായേലിനെ നമുക്ക് ആവശ്യമില്ല എന്നും ഓരോ ജനങ്ങളും ആർത്ത് വിളിക്കുന്ന സമയമാണിത്. നാനും അവർക്കൊപ്പം കൂടെ നിൽക്കേണ്ടതാണ്. കാരണം ഞാനും നിങ്ങളും മനുഷ്യരാണ്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കൂട്ടത്തിലുള്ള, അല്ലെങ്കിൽ എന്നെയും നിങ്ങളെയൊക്കെ പോലെ കളിച്ച് ചിരിച്ച് ഓടിച്ചാടി തമാശകൾ പറഞ്ഞ് കുടുംബത്തെ പോറ്റി നടന്നവർ ഇന്ന് ജീവനില്ലാതെ കിടക്കുന്ന സാഹചര്യമാണ് റഫേൽ ഉണ്ടാകുന്നത്. അത് മാറുക തന്നെ വേണം, മാറ്റം ഉണ്ടാവുക തന്നെ വേണം. ഒപ്പം നാം ഒന്നുകൂടി മനസ്സിലാക്കണം, ഇത് ഈ 36,000 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നമ്പർ അല്ല, മനുഷ്യരാണ്. 1000 കിനാക്കളും 1000 സ്വപ്നങ്ങളും 1000 ആഗ്രഹങ്ങളുമെല്ലാം ഉണ്ടായിരുന്നവർ, ഉപരോധങ്ങളിലടക്കം സന്തോഷത്തിന്റെ ലോകം കെട്ടിപ്പടുത്തവരാണവർ. അവരെല്ലാം ധീരരായ ഷഹീദികളാണ്.